നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Arduino വെച്ചിട്ട് ഒരു IoT പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് ഹോം സേഫ്റ്റി മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിന് പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സേഫ് ആണെന്നും കംഫർട്ടബിൾ ആണെന്നും ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന കാര്യം ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സുഖമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്വസിക്കുന്ന എയർ സേഫ് ആണെന്നും അവർ നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കംഫർട്ടബിൾ ആണെന്നും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു റൂമിലെ ആംബിയൻ ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, എയർ ക്വാളിറ്റി ഇത്രയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു മാത്രമല്ല ഓൺലൈൻ ഡാഷ്ബോർഡിൽ റിയൽ ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്നും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിയൽ ടൈമിൽ നമ്മുടെ ഹോം മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും നോർമൽ അല്ലാതെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുകയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ LPG ഗ്യാസ് ലീക്ക് ചെയ്തുണ്ടെന്ന് വെച്ചോളൂ, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു ഡാഷ്ബോർഡ് നമ്മളെ അലേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും പറ്റുന്നു. ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് PCB തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ബ്രെഡ് ബോർഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് സർക്യൂട്ട് ഡയഗ്രാം, നിങ്ങൾക്ക് PCB ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫയൽസ്, അതുപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് കോഡ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് Arduino അറിയില്ല പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. അതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന Arduino പ്രോജക്ട്സ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽസ് എല്ലാ ആഴ്ചയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, ഇതുപോലത്തെ പ്രോജക്ട്സ് നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ മാസത്തെ Arduino ഗിവ് വേ കോമ്പറ്റീഷൻ ഇപ്പോഴും റണ്ണിങ് ആണ്. എല്ലാ മാസവും നമ്മുടെ 5 സബ്സ്ക്രൈബേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് Arduino ബോർഡ്സ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി നോക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബോർഡ് എന്ന് പറയുന്നത് Arduino RP2040 ആണ്. ഇൻബിൽറ്റ് ആയിട്ട് വൈഫൈ മൊഡ്യൂളുള്ള ബോർഡാണിത്. സോ നമുക്ക് വേറൊരു വൈഫൈ മൊഡ്യൂളിൻ്റെ ആവശ്യമില്ല. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഈ 3 കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് BME280 എന്ന് പറയുന്നൊരു സെൻസർ വെച്ചിട്ടാണ്. ആംബിയൻ ലൈറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഒരു LDR വെച്ചിട്ടാണ്. ഈ ഒരു LDRൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിമ്മറും ഉണ്ട്. പിന്നെ ഉള്ളത് ഗ്യാസ് സെൻസർ. എയർ കോമ്പോസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് ഗ്യാസ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് MQ2 ഗ്യാസ് സെൻസറാണ്. ഈ ഒരു ഗ്യാസ് സെൻസർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ LPG ലെവൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് Arduino നാനോ ഉണ്ട്, ഒരു ഗ്യാസ് സെൻസർ ഉണ്ട്, ഒരു LDR ഉണ്ട്, അതുപോലെ ഒരു BME280 സെൻസറും ഉണ്ട്. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഇൻപുട്ട് ടെർമിനൽ. ഇവിടെ നിങ്ങൾക്ക് ഒരു 9 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ ഒരു പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാവുന്നതാണ്. അതിനെ നമ്മളൊരു 7805 വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ 7805 വോൾട്ടേജ് റെഗുലേറ്റർ നമ്മുടെ വീടിനെ 5 വോൾട്ട് പവർ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ 5 വോൾട്ട് നമുക്ക് Arduinoയ്ക്കും ബാക്കിയുള്ള കമ്പോണൻസിനും ഫീഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന Arduino ഈ ഒരു വോൾട്ടേജിന് കോമ്പാറ്റബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്യാസ് സെൻസർ. പല ടൈപ്പ് ഗ്യാസ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. മീഥെയിൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ LPG ലീക്കേജ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് സെൻസർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആ ഒരു ഗ്യാസ് സെൻസർ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ A1 പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് LDR, അതിവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ട്രിമ്മർ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ A2 പിന്നിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെയിലുള്ള അവസാനത്തെ സെൻസർ എന്താണെന്ന് വെച്ചാൽ BME280 സെൻസറാണ്. ഈ ഒരു സെൻസർ വെച്ചിട്ടായിരിക്കും നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഈ 3 കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. ഈ ഒരു സെൻസറിൻ്റെ VCC പിൻ നമ്മൾ 3.3 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രൗണ്ട് പിൻ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് SCL SDA. ഈ 2 പിന്നെ നമ്മൾ Arduinoയുടെ SCL SDAയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ഒരു സർക്യൂട്ട് ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ പാർട്ട് കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു PCBയും ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയ PCB എന്ന് പറയുന്നത്. ഈ PCBക്കകത്ത് നമുക്ക് എല്ലാ കമ്പോണൻസും നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ PCB ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ഗർബർ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണ PCB വേയിൽ നിന്നാണ് PCB മാനുഫാക്ചർ ചെയ്യാറ്. നമ്മളിത് ഓൺലൈൻ സർവീസ് ആയതുകൊണ്ട് ഗർബർ ഫയൽ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ PCB മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. PCB വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്ത് നമ്മുടെ ബോർഡ് സെറ്റാക്കാവുന്നതാണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ പാർട്ട് ഒന്ന് നോക്കാം. Arduino IoT ക്ലൗഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. തിങ്സ് എന്ന് പറയുന്നത് പ്രോജക്റ്റാണ്. ഈ തിങ്സിൻ്റെ ലിസ്റ്റിൽ മേളിലൊരെണ്ണം കണ്ടില്ലേ, റിയൽ ടൈം റൂം കണ്ടീഷൻ മോണിറ്ററിംഗ് സിസ്റ്റം, അതാണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്.
അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, വേരിയബിൾസിൻ്റെ ലിസ്റ്റ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും. അതുപോലെ റൈറ്റ് സൈഡിൽ RP2040 കണ്ടില്ലായിരുന്നു ഡിവൈസസിൻ്റെ താഴെ, അത് നമ്മുടെ Arduino RP2040 ആണ്. ആ ഒരു ബോർഡാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് അല്ലേ, അവിടെയാണ് നമ്മുടെ വൈഫൈയുടെ SSIDയും പാസ്വേഡും കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡാഷ്ബോർഡ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 5 പാനലുണ്ടല്ലേ, എയർ പൊല്യൂട്ടൻ ലെവൽ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്. ഈ ഡാഷ്ബോർഡ് പാനൽസ് എല്ലാം നമ്മൾ നേരത്തെ കണ്ട വേരിയബിൾസുമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ട വേരിയബിൾസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാനലിൽ ആ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. അതിന് മുകളിലത്തെ സ്കെച്ച് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ Arduino ബോർഡും സെൻസേഴ്സും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയാണ്, നമ്മുടെ VME280യുടെ ലൈബ്രറി ഫയൽസ്. പിന്നെ സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ സീരിയൽ ഇൻ്റർഫേസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ Arduino ബോർഡും Arduino IoT ക്ലൗഡും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ലൂപ്പ് ഫംഗ്ഷനകത്ത് നമുക്ക് വേറെ 2 ഫംഗ്ഷൻസ് കാണാം. ഒന്ന് സെൻസേഴ്സ്. ഈ സെൻസേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അനലോഗ് പിൻസും ഡിജിറ്റൽ പിൻസ് എല്ലാം വെച്ചിട്ട് സെൻസേഴ്സിൻ്റെ വാല്യൂ Arduino ഫെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സീരിയൽ മോണിറ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് Arduino cloud.update എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫെച്ച് ചെയ്ത എല്ലാ വാല്യൂയും ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് ഡാഷ്ബോർഡ് പോപ്പുലേറ്റ് ചെയ്യുന്നത്. കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡെമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 9 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് നമ്മുടെ ബോർഡിനെ മുഴുവനായിട്ട് പവർ ചെയ്യും. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡിനകം നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത വൈഫൈ നെറ്റ്വർക്കിലൂടെ Arduino IoT ക്ലൗഡിലേക്ക് കണക്ട് ചെയ്തിട്ട് റിയൽ ടൈമിൽ നമ്മുടെ സെൻസേഴ്സ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന വാല്യൂസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടില്ലേ, ഡാഷ്ബോർഡിൽ വാല്യൂസ് ഒന്നും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നോർമൽ വാല്യൂസ് ആണ്. ഇനി ഞാൻ ഈ ഹ്യൂമിഡിറ്റി സെൻസറിലേക്ക് ഒന്ന് ഊതാൻ പോവുകയാണ്. ഹ്യൂമിഡിറ്റി ഗ്രാഫിൽ ഒരു സ്പൈക്ക് വന്നത് കണ്ടില്ലേ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൽ ഹ്യൂമിഡിറ്റി കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ഊതാൻ പോവുകയാണ്. കണ്ടില്ലേ, ഹ്യൂമിഡിറ്റി ഗ്രാഫ് പിന്നെയും സ്പൈക്ക് ചെയ്തത്. ഇനി നമുക്ക് ആംബിയൻ ലൈറ്റ് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് LDR കവർ ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, ലൈറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 500 നിന്ന് 200ൻ്റെ താഴെ ആയല്ലേ. ഇനി ഞാൻ LDRലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കാൻ പോവുകയാണ്. ലൈറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 700ൻ്റെ മുകളിലായല്ലേ. ഇനി നമുക്കത് മാറ്റി നോക്കാം. കണ്ടില്ലേ, പിന്നെയും പഴയതുപോലെ. ഇനി ഞാൻ ഗ്യാസ് സെൻസറിൻ്റെ അടുത്തോട്ട് ഒരു ലൈറ്റർ കൊണ്ടുവന്നിട്ട് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എയർ പൊല്യൂട്ടൻ ലെവൽ ഗ്രാഫ് നോക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എയർ കോമ്പോസിഷൻ ഇപ്പോൾ നോർമലിൽ നിന്നും മാറി എന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ എല്ലാ വാല്യൂസും റിയൽ ടൈമിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ സ്മാർട്ട് ഹോം സേഫ്റ്റി മോണിറ്ററിംഗ് സിസ്റ്റം. നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും ഇതുപോലത്തെ രസകരമായ പ്രോജക്റ്റ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.